शुक्रगुजार होना चाहिए कि ये तो फ्रीडम फाइटर्स भी हो सकते हैं, वी डोंट नो कि कौन है। तो हमने कोई किसी किस्म की बिल्कुल ऑनेस्टी के साथ स्टेटमेंट दी थी, लेकिन मैं समझता हूँ कि उन्होंने अपनी फेलियर को और अपनी सियासत को जो इंटरनल है और अपने ज़ाती अज़ाइम जो उनके अंदरूनी है उसका हवाला करते हुए एक दफ़ा फिर ये जो इनडायरेक्टली पाकिस्तान की तरफ ये मामले को उसकी तरफ इशारा करने की कोशिश की। You know, it is very convenient for the big powers to blame Pakistan for whatever is happening in this region. When we were fighting the war on their side in way back in the 80s against Soviet Union, all these terrorists of today, they were whining and dining in Washington, and then came the 9/11 attacks. Again, the same situation was repeated. I think our governments then made a mistake. They were being used as proxy by United States also. They were actually these Talibans, or before that, the people who were who visited Washington, and they were very treated like VIPs in those days. They're all mixed up. They're not multiple organizations. They're just one single organization, religiously organized, and with different faces, different leadership. At times they work together, at times they fight with each other. So it's a long discussion. I don't want to get into that. This has happened before also, Pulwama, which will later prove to be a false flag operation. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പഹൽഗാമിൽ നിരപരാധികളെ പോയിന്റ് ബ്ലാങ്കിൽ ഇല്ലാതാക്കിയ ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കുന്ന പാക് ഉപപ്രധാനമന്ത്രിയും ഭീകരവാദത്തെ പാലൂട്ടി വളർത്തിയിരുന്നുവെന്ന് സമ്മതിക്കുന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും. ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പങ്കെന്ന് തെളിയാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ആക്രമണം നടത്തിയവരിൽ 2 പേർ പാകിസ്ഥാൻകാർ. എന്നിട്ടും ഇസ്ലാമിക ഭീകരവാദത്തിന് ഞങ്ങൾക്ക് പങ്കില്ലെന്ന പതിവ് പല്ലവിയുമായി ഇന്ത്യയോട് തെളിവ് ചോദിക്കുന്ന പാകിസ്ഥാനെ ഒറ്റക്കെട്ടായി നേരിടണം. അതല്ലാതെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടാവുന്ന എന്തെങ്കിലും ഗുണമാണോ ഇപ്പോഴത്തെ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളതെന്ന് സംശയരൂപേണ ഉന്നയിച്ച് രാജ്യത്തിനകത്തിരുന്ന് പാകിസ്ഥാനെ വെള്ളപൂശി ഭീകരവാദികളാൽ ജീവൻ വെടിയേണ്ടി വന്നവരെ അപമാനിക്കുന്നവരുടെ ലക്ഷ്യം തിരിച്ചറിയുക. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, മതഭീകരതയെ വെള്ളപൂശുന്നവരുടെ ലക്ഷ്യമെന്ത്? പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ ആരിഫ് ഹുസൈൻ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ PM നിയാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ശ്രീജിത് പണിക്കർ, ഇന്ന് പാകിസ്ഥാന്റെ 2 പ്രധാനപ്പെട്ട മന്ത്രിമാർ, ഒന്ന് ഉപപ്രധാനമന്ത്രിയും മറ്റൊന്ന് പ്രതിരോധ മന്ത്രിയും, അവരുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. പാകിസ്ഥാൻ ഭീകരർക്ക് നേരത്തെ ചെല്ലും ചെലവും കൊടുത്തിരുന്നു, അത് അമേരിക്കയുടെ കൂടി പിന്തുണയോട് കൂടിയാണ്, അതൊരു തെറ്റാണ് എന്ന കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുകയാണ്. ഉപപ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കാം ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യമാണ്. പാകിസ്ഥാൻ തന്നെ തെളിവ് ചോദിക്കുന്നു, പാകിസ്ഥാൻ തന്നെ ഭീകരതയെ ഊട്ടി വളർത്തുന്നു എന്ന കാര്യം പറയുന്നു. ഇതോടൊപ്പമാണല്ലോ രാജ്യത്തിനകത്തും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒന്നാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉന്നയിച്ചത് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അതേ കാര്യങ്ങൾക്ക് വെള്ളപൂശുന്ന രീതിയിലുള്ളതായി പോയില്ലേ? നിശ്ചയമായും മഞ്ജുഷ്, നമ്മൾ ഈ ആക്രമണം നടന്ന സമയത്ത് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ആരാണ് എന്നുള്ളത് നോക്കിയാൽ മതി. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ ലഷ്കർ-ഇ-തൈബയുമായി ബന്ധമുള്ള ഒരു സംഘടനയാണ് ആദ്യമേ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ഏറ്റെടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു സംഘടന, ഒരു നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടന, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷവും നമ്മുടെ നാട്ടിലടക്കം ആൾക്കാർ വീണ്ടും ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇത് കേന്ദ്ര സർക്കാർ തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്തതാണ് എന്ന രീതിയിലത്തേക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു നാഥനില്ലാത്ത കേസല്ല. അത് കേരളത്തിനകത്തിരുന്ന് സംസാരിക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവല്ലോ അല്ലേ? നിശ്ചയമായും നമ്മുടെ നാട്ടിലുള്ള മാധ്യമപ്രവർത്തകരടക്കം ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവനകളുമായിട്ട് വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ സംശയം ബീഹാർ തെരഞ്ഞെടുപ്പ് ആണ്. തന്നെയുമല്ല, അവരൊരു പാരലൽ അതിലേക്ക് ഡ്രോ ചെയ്യുന്നുണ്ട്. ഏതൊരു വലിയ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ സ്വന്തം ജനതയെ തന്നെ കുരുതി കൊടുത്തുകൊണ്ട് സിവിലിയൻസിലെ ആയിക്കോട്ടെ, പട്ടാളക്കാരെ ആയിക്കോട്ടെ,
അങ്ങനെ കുരുതി കൊടുത്തുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾ നേടണം എന്നുള്ള താല്പര്യം മാത്രമാണുള്ളത് എന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ വിമർശനമാണ്. പക്ഷെ പാകിസ്ഥാനിലേക്ക് അവർ നോക്കുക. പാകിസ്ഥാന്റെ സെനറ്റ് ഉണ്ട്, പാകിസ്ഥാന്റെ പാർലമെന്റിന്റെ ഉപരിസഭയാണ് സെനറ്റ്. ആ സെനറ്റ് സംയുക്തമായിട്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അങ്ങേയറ്റം ഭാരതവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ തീവ്രവാദത്തിനോട് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധതയോട് അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നതിനെ വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർ പറയുന്നത് കാശ്മീരി ജനതയുടെ വളരെ ന്യായമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അവർക്ക് സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം അവിടെ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള അചഞ്ചലമായിട്ടുള്ള പിന്തുണ, അത് രാഷ്ട്രീയ പിന്തുണയെങ്കിൽ അങ്ങനെ, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പിന്തുണയെങ്കിൽ അങ്ങനെ, അത് ധാർമ്മികമായിട്ടുള്ള പിന്തുണയാണെങ്കിൽ അങ്ങനെ, അത് നൽകാനായിട്ട് പാകിസ്ഥാൻ എല്ലാ കാലവും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെററിസ്റ്റ് നേഷന്റെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒപ്പിട്ട് അവരുടെ പാർലമെന്റ് ഉപരിസഭ ഒരു പ്രമേയം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തീവ്രവാദത്തിന്റെ കാര്യത്തിലാണെങ്കിലും ചുരുങ്ങിയത് അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റ ട്രാക്കിലാണെന്നെങ്കിലും പറയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരിനെ ഏതെങ്കിലും രീതിയിലത്തേക്ക് രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുന്ന പാഷാണത്തിൽ കൃമികളാണ് ഇവിടെ ഉള്ളത്. അത് സുരക്ഷാ വീഴ്ചയിലാണ് തുടങ്ങുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്, അതേക്കുറിച്ചുള്ള അന്വേഷണവും വേണ്ടതാണ്. പക്ഷേ സുരക്ഷാ വീഴ്ച എന്ന ആക്ഷേപത്തിൽ തുടങ്ങി അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് വന്ന് ഒടുവിൽ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാജ്യത്തിനകത്ത് തന്നെ ഓർക്കസ്ട്രേറ്റ് ചെയ്ത ഒരാക്രമണമാണോ എന്ന രീതിയിലേക്ക് വിമർശനം മാറുമ്പോൾ തികച്ചും രാജ്യവിരുദ്ധമായ കാര്യങ്ങളല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പോലും സമ്മതിക്കുകയാണ് ഭീകരതയെ ഞങ്ങൾ പാലൂട്ടി വളർത്തിയിരുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം. ആ സമയത്താണ് രാജ്യത്തിനകത്തിരുന്നുകൊണ്ട് ഈ വിധം വർത്തമാനം പറയുന്നത്. ഈ പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പാകിസ്ഥാനിലെ തന്നെ അധികാരത്തിലുള്ള ആൾക്കാരുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവിടെ അവർക്ക് വേണ്ടുന്ന ചേടിവേല ചെയ്യുന്ന ആൾക്കാർ ഇതേവരെ അത് സമ്മതിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള കൈ നമ്മുടെ സർക്കാരിനുണ്ട് എന്നത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് പ്രതികാരമൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല, ഉണ്ടെങ്കിൽ എവിടെയാണ് തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ നിരവധിയാണ്. അത് കേവലം രാഷ്ട്രീയക്കാർ മാത്രമല്ല, അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരുമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകർ ഇത് തന്നെ ഇനിയും പുലമ്പിക്കൊണ്ടിരിക്കണമെന്നാണ്. കാരണം ഇവരുടെ എല്ലാം കള്ളി വെളിച്ചത്താകും, ഇവരുടെ എല്ലാം യഥാർത്ഥ മുഖം എന്താണ് എന്നതിനെക്കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാകാൻ അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളാണെങ്കിലും അങ്ങനെയുള്ള TV ചാനലുകളാണെങ്കിലും നിരോധിക്കപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർ ചെയ്യുന്ന ഈ പണി കൃത്യമായിട്ട് സെൽഫ് എക്സ്പോസ് ചെയ്തുകൊണ്ട് ആൾക്കാരുടെ മുന്നിലേക്ക് വരികയുള്ളൂ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷ്ക് ദാർ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നല്ലോ. ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ഞങ്ങൾക്ക് എതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് എങ്കിൽ അതിന് തെളിവുണ്ടാകണം. ഇന്ത്യ അനാവശ്യമായിട്ട് ഞങ്ങളെ രാഷ്ട്രീയമായിട്ടുള്ള ഗെയിനിന് വേണ്ടിയിട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇന്ത്യക്കെതിരെ അതിശക്തമായിട്ടുള്ള റെസിപ്രോക്കൽ നടപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മഞ്ജുഷ് ആദ്യം പറഞ്ഞത്. അതായത് ജമ്മു കാശ്മീരിലേക്ക് വന്ന് ഈ പഹൽഗാമിലെ ഡിസ്ട്രിക്റ്റിൽ അവിടെ വന്നിട്ട് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയിരിക്കുന്ന ആൾക്കാർ അവരൊരു പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് പാകിസ്ഥാന്റെ ഈ പഹൽഗാം ആക്രമണത്തിലുള്ള അവരുടെ ഡയറക്റ്റ് അഡ്മിഷന് തുല്യമാണത്. കാരണം ആർക്കാണ് കാശ്മീരിൽ സ്വാതന്ത്ര്യം വേണ്ടത്? കാശ്മീർ സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിൽ 2 എൻറ്റിറ്റികളേ ഉള്ളൂ. അതിലൊന്ന് പാകിസ്ഥാനാണ്, മറ്റൊന്ന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ താല്പര്യത്തിന് ചേരുന്ന രീതിയിൽ അവരുടെ താല്പര്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ ജിഹാദി തീവ്രവാദികൾ അവിടെ എത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ട് അതിനെ അവർ പറയുകയാണ്. കാശ്മീരിന്റെ പശ്ചാത്തലത്തിൽ ഇവരല്ലാതെ മറ്റാരും തന്നെ കാശ്മീർ സ്വതന്ത്രമാണെന്ന് ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദികൾ മാത്രമേ ഇത് ആഗ്രഹിക്കുന്നുള്ളൂ. തന്നെയുമല്ല, അവിടെ നടന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ മതം ചോദിച്ചുകൊണ്ടുള്ള, കലിമ ചൊല്ലു എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതിന് സാധിക്കാതെ വരുന്ന ആൾക്കാരെ നിർദ്ദയം തോക്കിന് ഇരയാക്കുന്ന രീതിയിലത്തേക്കുള്ള ജിഹാദി ആക്രമണമാണ്. അപ്പോൾ അങ്ങനെ കാശ്മീരിന് സ്വാതന്ത്ര്യം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പാകിസ്ഥാന്റെ താല്പര്യമാണ് നടത്താനായിട്ട് പോകുന്നത്. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ടാകും, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഇൻട്രസ്റ്റിന് വരുന്നവരുണ്ടാകും. ഇത് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പാകിസ്ഥാനെ ലിബറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നുള്ള വളരെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു റീസണിന് വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എന്നും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്നും പറയുന്നത്. അങ്ങനെ തീവ്രവാദത്തിന് വെള്ള പൂശാനായിട്ട് സാധിക്കുന്ന ലോകരാജ്യങ്ങൾ എത്രയുണ്ട്? എനിക്ക് തോന്നുന്നില്ല ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇത്ര ഓപ്പണായിട്ട് തീവ്രവാദത്തിനെ എൻഡോഴ്സ് ചെയ്യുന്നതിനും തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നതിനും മറ്റു പല രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പലപ്പോഴും ഈ ചേടിവേല ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്ന വേറെ ഏത് രാജ്യം ഉണ്ടാകും? അപ്പോൾ പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാജ്യമല്ല എന്നും
അത് വളരെ സോവറിനായിട്ടുള്ള അതിൻ്റെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി മാത്രം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന വളരെ ജനകീയമായിട്ടുള്ള ഒരു സർക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ള അവരുടെ ആ പ്രഖ്യാപനത്തിനെയാണ് ഇപ്പോൾ അവരുടെ മന്ത്രി തന്നെ ഖ്വാജ ആസിഫ് തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, പക്ഷേ പാകിസ്ഥാൻ പോലും ഇങ്ങനെ പറയുന്ന സമയത്താണ് ഇപ്പോൾ ഇന്ന് തന്നെ ഒരു മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുക്കേണ്ട സാഹചര്യം കേരളത്തിൽ വന്നിരിക്കുകയാണ്. ബഷീർ എന്നുള്ളയാൾ, ബഷീർ വെള്ളിക്കോത്ത് അല്ലേ, അങ്ങനെ ഒരാൾക്കെതിരെ കേസെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹവും പറഞ്ഞിരുന്നത് ഈ സംശയമാണ് പ്രകടിപ്പിക്കുന്നത്, രാജ്യത്തിന് അകത്ത് തന്നെയുള്ള ഒരു ഗൂഢാലോചനയാണോ എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ പോലും ഞങ്ങൾ ഭീകരതയെ പാലൂട്ടി വളർത്തുന്നുവെന്ന് സമ്മതിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേരളത്തിൽ നിന്നും രാജ്യത്തിനുള്ളിൽ നിന്നുമൊക്കെ വരുന്നത്. അത് മഞ്ജുഷ്, 1947 ട്രെയിൻ മിസ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. അന്ന് മതത്തിൻ്റെ പേരിൽ ഇത് രണ്ട് രാജ്യമായി പോകുന്ന സമയത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പോകാനായിട്ട് ട്രെയിനുകൾ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ മിസ്സായി പോയ കുറേയധികം ആൾക്കാർ അവരുടെ ഹൃദയത്തിലും ആത്മാവിലും എല്ലാം തന്നെ പാകിസ്ഥാൻ്റെ പതാക പേറുന്ന കുറേയധികം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ചോറിങ്ങും കൂറങ്ങും എന്ന് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ നമ്മുടെ ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ മാത്രം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പേരിൽ ദേശവിരുദ്ധത ഇതേപോലെ പരസ്യമായിട്ട് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ല. ഇപ്പോൾ ബി.ജെ.പി. നേതാവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഒരു കുറ്റസമ്മതം എന്നല്ല, തെറ്റ് സമ്മതിക്കുന്ന രീതിയിലാണല്ലോ ഇന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത്. അത് അമേരിക്കയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പറഞ്ഞത് എങ്കിൽ പോലും ഭീകരവാദത്തെ പാലൂട്ടി വളർത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്നുള്ള കാര്യം പാകിസ്ഥാൻ സമ്മതിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ സംശയം രാജ്യത്തിനകത്തും അതുപോലെ തന്നെ കേരളത്തിലും ഉയർന്നു വരുന്ന ചില പ്രസ്താവനകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അത് ഭീകരാക്രമണത്തെ മഹത്വവൽക്കരിക്കുന്നു, അതുപോലെ തന്നെ ഇത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉള്ള ഒരു പ്ലോട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അത് തികച്ചും രാജ്യവിരുദ്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾ പരാതി കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ കേരളത്തിൽ? വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, പാകിസ്ഥാന്റെ നാവ് കേരളത്തിൽ പലരിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത. പാകിസ്ഥാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തീവ്രവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ അവരുടെ നാവ് കൊണ്ട് പറയുകയാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ആദ്യത്തെ ദിവസത്തെ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റും പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റും, പാകിസ്ഥാൻ പട്ടാള മേധാവി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അസീം മുനീർ പറഞ്ഞത് 370 എന്നുള്ളത് അവിടെ കൊണ്ടുവന്ന് കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി 370 മാറ്റി കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഭാരതം നടത്തുന്നതെങ്കിൽ കാശ്മീർ ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് തുല്യമാണ്, കാശ്മീർ ഇല്ലാതെ ഞങ്ങളില്ല. എന്താണ് ആ പട്ടാള മേധാവി പറഞ്ഞത്? അതിൽ നിന്ന് വ്യത്യസ്തമല്ലല്ലോ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ്. അതിൽ നിന്നൊരു വ്യത്യസ്തമല്ല. അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് എം എ ബേബി പറയുമ്പോൾ അത് എം എ ബേബി പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ, പ്രമുഖ മാധ്യമങ്ങൾ പലരും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇപ്പൊ വാസ്തവത്തിൽ ഞാൻ ന്യൂസ് 8 അഭിനന്ദിക്കുകയാണ്. കാരണം താങ്കളെ പോലുള്ള ഒരു അവതാരകൻ, മഞ്ജുഷിനെ പോലുള്ള അവതാരകൻ വളരെ ശക്തമായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ഈ കാര്യം പ്രതിപാദിക്കുന്നു. കേരളത്തിലെ എത്ര ചാനലുകൾ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്? ആർക്കിത് പറയാൻ കഴിയുന്നുണ്ട്? ഒരു മൗദൂദി ചാനലിൽ ഇരുന്ന് പറയുന്നത് എന്താ? അവിടെ വെടിവെക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ഭീകരർക്ക് താടി ഉണ്ടായിരുന്നില്ല, അവരെ കെട്ടിയ തലപ്പാവ കാവി നിറവായിരുന്നു. ഇവനെയൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിക്കണ്ടേ? വാസ്തവത്തില് ഇവർക്ക് എന്തും ആ ഒരു ചാനലുണ്ട് എന്ന് വെച്ച് ആ ചാനലിലൂടെ ഇങ്ങനെ ഭാരതത്തിന്റെ യശസ്സിനെ, ഭാരതത്തിന്റെ അഖണ്ഡതയെ, ഭാരതത്തിന്റെ ദേശീയതയെ, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ ഭീകരരെ സംരക്ഷിക്കുന്ന, വെള്ളപൂശുന്ന തനി രാഷ്ട്രീയ വർഗീയത, ഭീകരവാദം, രാജ്യദ്രോഹം, അതല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്? വാസ്തവത്തിൽ തോക്കുകൊണ്ടാണ് പാകിസ്ഥാൻ വെടിവെക്കുന്നതെങ്കിൽ നാവുകൊണ്ടാണ് ഈ നാടിനെ ഇല്ലാതാക്കാൻ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന യുവന്മാര്. അപ്പോ വാസ്തവത്തിൽ ഇതിൽ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടതാണ്. ഇന്നിപ്പം സംസ്ഥാന ഗവൺമെന്റ് 1-2 ആളുകൾക്കെതിരെ കേസെടുത്തതായിട്ട് ഞാൻ അറിഞ്ഞു. അതുപോലെ ആസാമിലെ MLA പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. പല സ്ഥലങ്ങളിലും ഇപ്പം ഒരു ചാനലിൽ നിന്നിട്ട് വേറൊരു ചാനലിനെ പറ്റി പറയുന്നത് ശരിയല്ല, എന്നാലും ഒരു ചാനലിലെ അടുപ്പൂട്ടി ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള ആ ചർച്ചയ്ക്ക് ശേഷം ആ ചർച്ചയിൽ വന്നിട്ടുള്ള കമന്റ്സ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. സഹിക്കാൻ പറ്റില്ല. ഈ ഭീകരരെ താലോലിക്കുന്ന രീതിയിൽ ബീഹാർ ഇലക്ഷന് വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞാലുള്ള സ്ഥിതി എന്താ?
ഇക്കണക്കിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലെങ്ങാനും ആയിരുന്നു ഇത് വന്നിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവർ പറയുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വാസ്തവത്തിൽ ഈ കാര്യത്തിൽ റോബർട്ട് വദ്രയുടെ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ VT ബൽറാമിന്റെ സ്റ്റേറ്റ്മെന്റ്, VD സതീശന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ആദ്യഘട്ടത്തിലെ അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വളരെ മ്ലേച്ഛവും ജുപ്സാവഹവുമായിരുന്നു. പക്ഷെ പിന്നീട് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി എടുത്ത നിലപാട് ഗവൺമെന്റിന്റെ ഒപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ ഭീകരത, അത് മാത്രമല്ല കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യാം എന്നുള്ള കാര്യം മാത്രമാണ്. സുരക്ഷാ വീഴ്ചയെ കുറിച്ചാണ് കോൺഗ്രസ് അതിന്റെ പാർട്ടിയുടെ ആശങ്ക പറയുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു ഓപ്പോസിഷനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ വീഴ്ചയുണ്ടോ, ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അത് ചോദിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, അവർക്കത് ചോദിക്കണം, അതുണ്ടെങ്കിൽ പരിശോധിക്കണം. പക്ഷേ ഈ ഭീകരർ വന്ന് ആക്രമിച്ചതിന്റെ തൊട്ട് പിന്നിൽ ഇത് ബീഹാർ ഇലക്ഷന് വേണ്ടി പെയിന്റ് അടിച്ചിട്ട് നരേന്ദ്രമോദി ഉണ്ടാക്കിയിട്ട് നരേന്ദ്രമോദി നേരെ അങ്ങ് വിദേശ സന്ദർശനത്തിന് പോയി. നോക്കൂ എത്ര മനോഹരമായിട്ടുള്ള നാടകമാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര മ്ലേച്ഛമായ ഭാഷയിലാണ് ഈ പാകിസ്ഥാന്റെ മനസ്സും പാകിസ്ഥാന്റെ ചോറും തിന്ന് അല്ലെങ്കിൽ സൂക്ഷിച്ച് മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്ന ചില അങ്ങേയറ്റത്തെ രാജ്യദ്രോഹികളുടെ വാക്കുകൾ. അതൊരിക്കലും സഹിക്കാനാവാത്തതാണ്. ഇവരെയൊക്കെ വാസ്തവത്തിൽ നാട് കടത്തണം. പണ്ടൊക്കെ ഈ നാട് ഇപ്പോൾ ശ്രീ PM നിയാസ് കൂടി ചേരുകയാണ്. ശ്രീ PM നിയാസ്, സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള ആശങ്കയ്ക്ക് അപ്പുറം ഈ പറയുന്നത് പോലെയുള്ള ഇതൊരു പ്ലോട്ട് രചിക്കപ്പെട്ടതാണ് എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടോ? അവിടെയും ഇവിടെയും നിന്നുള്ള ചില വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇപ്പോൾ ശ്രീ B ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ചില നാടകമാണ് എന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ വരുന്നുണ്ട്. അതിനെതിരെയുള്ള പരാതികളും പോയിട്ടുണ്ട്, ചില കേസുകളും വരുന്നുണ്ട് എന്നൊക്കെ. കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഞങ്ങൾ ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഇതിന് തൊട്ടടുത്ത് തന്നെ കൂടി ഇക്കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഞങ്ങൾ ഇക്കാര്യം ഇത് രാജ്യത്തിനെതിരെയുള്ള ഒരു അക്രമമായി ഞങ്ങൾ കാണുകയാണ്. അത് കുറ്റവാളികൾ അവർ തീവ്രവാദികളായി തന്നെ ഞങ്ങൾ ഒരു കാരണവശാലും കുറ്റവാളികളുടെ പ്രവർത്തനങ്ങൾ അത് വേരോടുകൂടി തിരികെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കോൺഗ്രസ് അഭിപ്രായം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം അവിടുത്തെ ഇപ്പോൾ അതിലെ കൾപ്പിൾസിനെ, അത് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടിയിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തത് 10-26 പേര് നമ്മളെ ജീവൻ മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബത്തിനോടൊപ്പം ഈ രാജ്യം ഒന്നിച്ച് നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന തീരുമാനമാണ്. നാലാമത്തെ കാര്യമാണ് ഇതിൽ നമുക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ഞങ്ങളത് ഈ ഓൾ പാർട്ടി മീറ്റിംഗിൽ ഞങ്ങളുടെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ അന്ന് ആ യോഗത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് മറുപടി പറയുകയുണ്ടായില്ല. ആ കാര്യം ഞങ്ങൾ മറുപടി പറഞ്ഞില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇത് വളരെ മ്ലേച്ഛമായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശത്ത് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹം തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അമേരിക്കയിലായിരുന്നു, അദ്ദേഹവും തിരിച്ചു വന്നു. അമേരിക്കയിലെ പ്രതിപക്ഷ നേതാവ് വന്ന് നേരെ തിരിച്ചു വന്ന് നേരെ കാശ്മീരിലേക്കാണ് പോയതെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നേരെ പൊളിറ്റിക്കൽ പ്രോഗ്രാമിന് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ BJPയുടെ റാലിയിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അവിടെ വെച്ചാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് കണ്ടം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത്. അത് ശരിയാണോ എന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചു പോയാൽ ഗോപാലകൃഷ്ണന്മാരെ പോലെയുള്ള ആളുകൾ പറയും അത് ഞങ്ങൾ രാജ്യവിരുദ്ധമായ നിലപാടാണ് എടുക്കാൻ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകേണ്ടത് മരണപ്പെട്ടു പോയ ആളുകളുടെ ബോഡി കാണുവാനായിരുന്നു. അതുപോലെ ആശുപത്രിയിൽ കിടക്കുന്ന സംഭവ സ്ഥലത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നടപടികൾ എടുക്കുവാനും അവരെ നേരിൽ കാണുവാനുമുള്ള സാഹചര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് കേന്ദ്ര ഭരണ പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതിനേക്കാൾ വലിയ മ്ലേച്ഛമായ അല്ലെങ്കിൽ ഒരു മോശമായ കാര്യമാണല്ലോ ബോംബെയിൽ ഉണ്ടായിരുന്നത്. ആ ബോംബെ ആക്രമണം ഉണ്ടായപ്പം അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തത് എന്താണ്? അത് കാര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി, അവിടെ ഇന്റലിജൻസിന് വീഴ്ച ഉണ്ടായി. അത്തരത്തിലുള്ള അക്രമം നേരിട്ട് മുൻകൂട്ടി കണ്ടടിക്കുവാനും അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കുവാനും ഇന്ത്യയുടെ സൈന്യത്തിന് കഴിഞ്ഞില്ല എന്നതിന്റെ പേരിൽ ഇന്ത്യയുടെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് വിളിച്ചു വരുത്തി അതത് രാജി എഴുതി പകരം കൊള്ളാവുന്ന കുറെ കൂടി എഫക്റ്റീവായി ചെയ്യാവുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ചർച്ച ചെയ്യാതിരിക്കുന്നതിന് കാരണം എന്താണ്? വ്യക്തികളല്ല,
രാജ്യമാണ് വലുത്. അത് എത്ര വ്യക്തികൾക്കാണെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ചയുള്ള വ്യക്തിയുടെ വീഴ്ച മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനും അവയെ ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ മാറ്റി പകരം കൊള്ളാവുന്ന പാർട്ടിയായി ചെയ്ത് മുന്നോട്ട് പോകുന്നു. രാജ്യമാണ് വലുത്, പാർട്ടിയല്ല വലുത്. പാർട്ടിക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് അധികാരം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം കോൺഗ്രസിനുണ്ടല്ലേ? അങ്ങനെ ഒരു ആക്ഷേപം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിനും അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. അല്ല, അങ്ങനെയല്ല ഞാനത് പറഞ്ഞത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ അപ്പോൾ ഗോപാലകൃഷ്ണന്മാർ പറയും ഞങ്ങൾ രാജ്യത്തിനെതിരാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലെ കണ്ടഹാറിൽ സംഭവം ഉണ്ടായല്ലോ, ആരുടെ ഭരണകാലത്താണ്? ആ കണ്ടഹാറിൽ ഭരണം ഉണ്ടായപ്പോൾ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു? നമ്മൾ ആലോചിക്കണം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ മകളെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ മുഫ്തി മുഹമ്മദ് മകളെ തട്ടിക്കൊണ്ടുപോയ സാഹചര്യം ഉണ്ടായി. ഏറ്റവും വലിയ വെറുക്കപ്പെട്ട ആളുകളെ തുറന്നു വിടേണ്ടി വന്നു. ആ പലതരത്തിലും ഇന്ത്യയിൽ ഇതിനു മുമ്പും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി. ഇപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കഴിഞ്ഞ 6 മാസം മുമ്പ് ഇവിടെ പറഞ്ഞത്, ഇവിടെ നേരത്തെ സംസാരിച്ച ഗോപാലകൃഷ്ണന്മാർ സംസാരിച്ചത് എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഏറ്റവും പ്രശ്നസങ്കീർണമായിരുന്ന കാശ്മീർ എല്ലാം കെട്ടടങ്ങി, എല്ലാം ശാന്തമാക്കി. ആരാണ് ശാന്തമാക്കിയത്? അത് ശാന്തമാക്കിയത് BJPയും നരേന്ദ്രമോദിയും അമിത്ഷായുമാണ്. അതിന് മറുപടി ഇപ്പൊ ആരാ പറയേണ്ടത്? അവർ പറയണം. അതുപോലെ ഇപ്പൊ ഞങ്ങൾ ആരുമല്ല പറയുന്നത്. GD ബക്ഷി എന്ന് പറയുന്ന മേജർ ജനറൽ, അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടല്ലോ. അത് AI കേന്ദ്രീകൃതമായ കാര്യമെന്നല്ലോ. അദ്ദേഹം പറഞ്ഞു 1,80,000 പേരുടെ വേക്കൻസിയാണ് ഇന്ത്യൻ ആർമിയിലുള്ളത്. ഇതുപോലെയുള്ള പ്രശ്നസങ്കീർണമായ കാടുകളിലും മേടുകളിലും മലമുകളിലും അതൊക്കെ നോക്കണമെങ്കിൽ ഇവിടെ സേനയ്ക്ക് മതിയായ എണ്ണം വേണം. ആ എണ്ണം 1 വർഷമായി 3 വർഷമായി അവർ നിയമനം നടത്തുന്നില്ല. 1 വർഷമായി അത് ആവശ്യപ്പെട്ടുകൊണ്ടേ നമ്മൾ ഇരിക്കുകയാണ്, നടത്തുന്നില്ല. മാത്രമല്ല ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ഇവിടെ സൈന്യത്തെ ശക്തമാക്കണമെന്ന് 2 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ സർക്കാരിനോട് 2 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടപ്പോ നിങ്ങൾ ഞങ്ങളെ കളിയാക്കി. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റ വാചകം ഞങ്ങൾ ഇക്കാര്യത്തിൽ പറയാം. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിലുള്ള തീവ്രവാദികളെ, അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ആര് ചെയ്താലും അത് അതിശക്തമായി നിലപാടെടുത്ത് അതിന്റെ ആരാണോ സ്പോൺസർ ചെയ്യുന്നത് ആ സ്പോൺസർ ചെയ്ത ആളുകൾക്കെതിരായി അതിശക്തമായ നിലപാടെടുക്കുവാനും പാകിസ്ഥാൻ ചെല്ലും കൊടുത്ത് പറഞ്ഞു വിട്ടവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ശ്രീ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കേണ്ട സമയമായി. ശരി, ബി ഗോപാലകൃഷ്ണൻ മറുപടി. ശ്രീ ബി ഗോപാലകൃഷ്ണൻ. വാസ്തവത്തില് ഇവിടെ ഇപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം കോൺഗ്രസിന്റെ വക്താവാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസിന്റെ വക്താവായി നിയാസ് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം രാജ്യത്തെക്കാൾ വലുത് അല്ല വ്യക്തിയല്ല, രാജ്യമാണ് വലുത്. നല്ലതാണ്. കാരണം നാഷൻ ഫസ്റ്റ്, ദെൻ ഓൺലി റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന ക്യാപ്ഷനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. പക്ഷേ കോൺഗ്രസിന്റെ അങ്ങനെ ആയിരുന്നില്ല മിസ്റ്റർ നിവാസ്. കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത് ഇന്ത്യയാണ് ഇന്ത്യ. ഇതിൽ നിന്ന് എന്നാ നിങ്ങൾ മാറിയത്? ഇന്ത്യയല്ല ഇന്ത്യ എന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോഴും തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോഴും ഒരു കുടുംബത്തെ ആസ്പദമാക്കിക്കൊണ്ട് ആ കുടുംബമാണ് നിങ്ങളുടെ ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളോ ഇന്ത്യയിലെ സംസ്കാരമോ ഇന്ത്യയുടെ കാഴ്ചപ്പാടോ ഇന്ത്യയുടെ ദേശീയതയൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിമർശിക്കുന്നില്ല. കാരണം പ്രതിപക്ഷത്തിന് ഉള്ള അവകാശമുണ്ട്. പ്രതിപക്ഷം എല്ലാ കാഴ്ചപ്പാടിലും എല്ലാ അർത്ഥതലങ്ങളിലും ഭരണകക്ഷിയെ വിമർശിക്കാം. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ പരിശോധിക്കണം, തീർച്ചയായിട്ടും അത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നോ? രാജീവ് ഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ രാജീവ് ഗാന്ധി ബോംബ് ബ്ലാസ്റ്റിൽ വീണപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നോ? 10,000-കണക്കിന് ആളുകൾ കാശ്മീരിൽ എന്നും വെടിയേറ്റ് വീണപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നോ? ബോംബെയിലെ തെരുവീതിയിൽ 166 പേരെ പാകിസ്ഥാന്റെ ആളുകൾ വന്ന് പരസ്യമായി വെടിവെച്ച് കൊന്നപ്പോ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നോ എന്നെല്ലാം വാസ്തവത്തിൽ പറയണം. അന്നുമൊക്കെ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു പറയണം. സ്വാഭാവികമാണ്. 99 സംഭവങ്ങൾ നമ്മൾ തടഞ്ഞാലും ഒരു സംഭവത്തിൽ വീഴ്ച വന്നാൽ അത് സുരക്ഷാ വീഴ്ചയായിട്ട് പറയും. അത് പറയില്ല എന്നൊന്നും ഞാൻ പറയില്ല. അത് അന്വേഷിക്കണം. അത് ഗവൺമെന്റ് നോക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞല്ലോ, ഓൾ പാർട്ടി മീറ്റിംഗിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്നുള്ളത് ഗൗരവമായി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അമിത്ഷയും നരേന്ദ്രമോദിയും ഇന്നത്തെ ഭാരത സർക്കാരും തന്നെയാണ് കാശ്മീരിൽ ശാന്തി കൊണ്ടുവരാൻ വേണ്ടി ആർട്ടിക്കിൾ 370 വലിച്ചെറിഞ്ഞത്.
ആർട്ടിക്കിൾ 370 വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ 1947 ശേഷം അവിടെ വെടിയൊച്ച ഉണ്ടായി, വെടിവെപ്പുണ്ടായി, 26 മരണമുണ്ടായപ്പോ സകല ജനങ്ങളും, കാശ്മീരിലെ മുഴുവൻ ജനങ്ങളും, സാധാരണക്കാരും മുസ്ലിമും സകല ആളുകളും ഒന്നിച്ചിറങ്ങി നിന്ന് ഭാരതത്തിന്റെ ദേശീയ പതാക, ഞങ്ങളുടെ ദേശീയ പതാക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേശീയ പതാക വാനിൽ ഉയർത്തിക്കൊണ്ട് അവിടെ സമരം ചെയ്തത്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഞാൻ ഈ കാശ്മീരിൽ പോയിട്ടുണ്ട് 17 വർഷം മുമ്പ്. അന്ന് ഇന്ത്യൻ ഡോഗ്സ് ആർ ഗെറ്റ് ഔട്ട് എന്ന് എഴുതി വെച്ച കടകളായിരുന്നു പലതും, എന്ന് എഴുതി വെച്ച പോസ്റ്ററുകളായിരുന്നു. പക്ഷെ ഇന്ന് ആ നാട്ടിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി ജനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നരേന്ദ്രമോദിയും അമിത്ഷായുടെയും ഇച്ഛാശക്തിയും അവരുടെ ഭരണവും തന്നെ. അത് കണ്ട് വിഷമിച്ചിട്ട് കോൺഗ്രസ്സുകാർ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ കാശ്മീര് ഈ രീതിയിൽ വഷളാക്കിയതാരാ? കാശ്മീരിന്റെ വിഷയത്തിലേക്ക് പോയാൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് നോക്കിയാൽ ആദ്യത്തെ വീഴ്ച ഉണ്ടാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. അവിടുന്ന് പിന്നെ നമ്മൾ ചരിത്രം പരിശോധിക്കേണ്ടി വരും. അപ്പൊ കൂടുതൽ ചരിത്രത്തിലേക്കൊക്കെ പോകാതിരിക്കാൻ നല്ലത്. പാകിസ്ഥാൻ ഉണ്ടാക്കിയതും കാശ്മീരിൽ ഇന്നത്തെ ഈ അവസ്ഥ ഉണ്ടായതുമെല്ലാം നമ്മൾ അതിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ശരി ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ ആരിഫ് ഹുസൈൻ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ മറ പിടിച്ചുകൊണ്ട് ഈ ഭീകരാക്രമണം തന്നെ ഒരു പ്ലോട്ട് ഉണ്ടാക്കലായിപ്പോയി എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ രാജ്യത്തിനകത്തും പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ലക്ഷ്യങ്ങളുണ്ടോ? അത് പുൽവാമ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. ഇത് നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ വളരെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ അതിനകത്ത് മൾട്ടി ഫാക്ടോറിയൽ ആണത്. അതിൽ ഓരോ ഫാക്ടറിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ആളുകൾ അഡ്രസ്സ് ചെയ്യണം. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് പകരം ഇതിൽ ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നും ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ചില തീട്ടൂരങ്ങൾ ഇറക്കി വെക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് പറയുന്നതിന് പകരം ഇതിൽ ചില കോൺസ്പിറസി തിയറികൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ വഴി പാടെ തെറ്റിക്കുന്നൊരു അവസ്ഥ അതും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അപലപിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമായിട്ട് ഇവിടെ വരുന്നത്. അതിൽ ചില മാധ്യമങ്ങൾ, മുക്കാൽ മീഡിയയൊക്കെ ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു അവസ്ഥയും കൂടി വരുമ്പോൾ നമുക്ക് അതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ട് വരികയാണ്. ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണ്, ഇതിൽ രാഷ്ട്രീയം കലക്കുന്നത് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം നമ്മൾ കൂടുതൽ ചോദിക്കേണ്ടി വരുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, ഇതിലെ ഓരോ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ്, ഇതൊരു ടെറർ അറ്റാക്കാണ്. ഈ ടെറർ അറ്റാക്കിൻ്റെ മോട്ടീവ് എന്താണ്? അതിനകത്തൊരു മതം തന്നെയാണ്, അതിനകത്തൊരു റിലീജിയൻ അവിടെ ഉണ്ട്. ആ റിലീജിയൻ്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ അതിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. അത് നമ്മൾ ചർച്ച വരികയാണെങ്കിൽ നമുക്കത് പറയാം. ഇനി അതിന് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ അവിടെ ഒരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ, അത് നമ്മൾ അന്വേഷിക്കണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. പക്ഷെ ഇവിടെ കാണുന്നത് അതല്ല. ഇവിടെ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ. ഇത് സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഉണ്ടായത്, അല്ലാതെ വേറെ ഒന്നുമല്ല, ബാക്കിയുള്ളതൊക്കെ വേറെ നമ്മളിവിടെ പറയേണ്ടതായിട്ടുള്ളൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ സൈഡ് ലൈൻ ചെയ്യുന്നൊരു രീതി അത് നമുക്ക് അനുവദിക്കാം. ഇത് ഭീകരവാദത്തിന് കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മളിതിനെ അഡ്രസ്സ് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സമാധാനം ഇവിടെ പുലരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന UDF പ്രതിനിധിയോടും കൂടി എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ വലിയ പ്രശ്നങ്ങൾ, മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് വീണ്ടും പ്രശ്നമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ആർട്ടിക്കിൾ 370 അത് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ് നടന്ന ആളാണ് നിങ്ങൾ, ഈ ഇവിടുത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ളത്. ഇന്നലെ നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാണ്, ഈ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും എന്ന് പറയുന്ന വാദം ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതോ നിങ്ങൾ അതിൽ നിന്ന് വിട്ടോ? എന്താണ് നിങ്ങൾ അതിനകത്ത് ഉള്ള നിലപാടെന്ന് നിങ്ങൾ പറയണം. അതല്ലാതെ ഇത് വെറുതെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. വിഷയങ്ങൾ വിഷയാധിഷ്ഠിതമായിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ ആർട്ടിക്കിൾ 370 സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവണം. അത് പുനഃസ്ഥാപിക്കണം എന്ന വാദത്തിൽ ഇപ്പോൾ നിങ്ങൾ പുനർവിചിന്തനം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ നിങ്ങൾ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മളിവിടെ ചോദിക്കണം, പറയണം. അപ്പോൾ ഇത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവും. പിന്നെ മോദി ഗവൺമെന്റ് വന്നു, ഇതിന് ശേഷം ഇതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പരോക്ഷമായിട്ട് അത് സമ്മതിക്കുകയാണ്. നേരത്തെ അത് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമാധാനം തകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സമാധാനം ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇവിടെ സമ്മതിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സമാധാനം ഉണ്ടാവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ് 370 എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അതും കൂടി നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇങ്ങനെ വിവിധ വശങ്ങളിലേക്ക് ഇത് പോകേണ്ടി വരും. മൾട്ടി ഫേസഡ് ആണ്. അതിൽ ഈ പറയുന്ന സുരക്ഷാ വീഴ്ച ഒരു ഘടകമാണ്. പക്ഷെ അതിനെ മറപിടിച്ച് ഈ തീവ്രവാദത്തെയും ഈ തീവ്രവാദത്തിന്റെ പിന്നിലുള്ള മതത്തെയും അതിനെയൊക്കെ അങ്ങ് വെളുപ്പിക്കാം എന്നും കൂടി ഉദ്ദേശിച്ചാൽ അത് ഇവിടെ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. ഓരോ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്, അത് ഇവിടെ പറഞ്ഞിരിക്കും. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ നിയാസിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ, ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാതെ മുൻഗണന ഏതിനാണ് കൊടുക്കേണ്ടത് എന്നതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട്
ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണല്ലോ, പ്രത്യേകിച്ച് കേരളത്തിലാണ് അത് കൂടുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? 3 കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ടോ? നമ്മൾ സ്വന്തമായിട്ട് ആവശ്യമില്ലാതെ കോൺസ്പിറസി തിയറി ഉണ്ടാക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഇലക്ഷനാണ്, അതിന്റെ പിന്നിൽ ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ്. അത് മുസ്ലിം സമൂഹത്തിലെ പലരുമാണ് ചെയ്യുന്നത്. അവരത് ചെയ്യരുതെന്നുള്ളതാണ് അഭ്യർത്ഥന. 2, അവരത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ആരിഫ് ഭായ് അടക്കം ഇസ്ലാം മതമാണ് പിന്നിലെന്നും ഇസ്ലാം മതത്തിന്റെ തത്വശാസ്ത്രവും പ്രത്യയശാസ്ത്രവുമാണ് ഇതിന്റെ പിന്നിലെന്നും പറയുമ്പോൾ അവരതിനുള്ള ഡിഫൻസ് എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് നമ്മളെ പോലെ തന്നെ നമ്മളെക്കാൾ വിഷമമുണ്ട് ഈ വിഷയത്തിൽ. കാര്യം അവരാണ് മുൾമുനയിൽ നിൽക്കുന്നത്, അവരാണ് ചോദ്യശരത്തിന് നിൽക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ മീഡിയ ചാനലിനെ വളരെ ബഹുമാനത്തോടെ ഞാൻ വിളിച്ചു പറഞ്ഞു. അവരുടെ ഫ്രണ്ട് പേജിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ 2020 ഒരു ആർട്ടിക്കിളാണ്. ഏതോ ഒരു BJP നേതാവ് IT സെല്ലിന്റെ ഭാഗമായിട്ട് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, തീവ്രവാദികൾക്ക് ആയുധം എത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ആ വാർത്ത നിങ്ങൾ പിൻവലിക്കണം, മാറ്റണം. അത് തെറ്റിദ്ധാരണയുണ്ടാക്കും. ഇത് ഒരു മുസ്ലിം മനസ്സ് ചെയ്യുന്നത് അവർക്ക് അരക്ഷിത ബോധം തോന്നുന്നതുകൊണ്ടാണ്. അതായത് ഇതിന്റെ എല്ലാം പിന്നിൽ മുസ്ലിമും മുസ്ലിമിന്റെ ആൾക്കാരും അവരുടെ കിതാബുമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഇൻസെക്യൂരിറ്റിയിൽ ഡിഫൻസ് എടുക്കുന്നതാണ്. നമുക്ക് സത്യസന്ധമായി അറിഞ്ഞൂടെ? ഇനി 3, ആരിഫ് ഭായിയോട് അടക്കമുള്ള ചോദ്യം. എനിക്ക് ഇഷ്ടവും ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം. ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട്. അതായത് കാശ്മീർ യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കലായ പ്രശ്നം കൂടിയില്ലേ? അതിനെ മതത്തിന്റെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് വളരെ ഓബ്വിയസ്ലി മിസ്യൂസ് ചെയ്യുന്നുണ്ടാകാം. അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോരെ? പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ? ദുബായിൽ ഏതെങ്കിലും ഇതേ കൊന്നാൽ പോരെ? സൗദി അറേബ്യ ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നാൽ പോരെ? ലോകത്ത് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ, അതായത് ബാക്കിയുള്ള സൗദി അറേബ്യയോ ഒമാനോ ഗൾഫോ അല്ല UAEയോ അല്ലെങ്കിൽ ഖത്തറോ, എത്രയോ രാജ്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാഫിറിനെ കൊന്നാൽ തനിക്ക് സ്വർഗം കിട്ടുമെന്നതിന്റെ പേരിലാണ് പോയി കൊല്ലുന്നതെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഹിന്ദുവിനെ കൊന്നാൽ പോരെ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണ മുസ്ലിങ്ങൾ, അവർക്ക് ഒന്നാമത് ഇസ്ലാമോഫോബിയ വളരുന്നുണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്. അവർ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകുന്നു. അവരിൽ ഒരു തീവ്ര വിഭാഗം വരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഈ വേദനയിൽ നിന്ന് അവർ ഡിഫൻസ് എടുക്കുകയാണ്. ഈ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും എങ്ങനെങ്കിലും ശ്രീ ആരിഫ് ഹുസൈൻ മറുപടി. രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. മുസ്ലിങ്ങളെ കുറിച്ചല്ല, ജിഹാദികളെ കുറിച്ചാണ് പറഞ്ഞത്. ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത്? ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. അത് വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിഹാദികളെ പറയേണ്ടടുത്ത് ജിഹാദികളെ പറയണം. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാൽ പോരെ എന്നാണ് ചോദിച്ചത്. എന്ത് വാദമാണ് ഞാൻ ചോദിക്കുന്നത്? കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നുവന്ന് തീർന്നു കഴിഞ്ഞു. ഇനി ആകെ എണ്ണി പെറുക്കിയെടുക്കാൻ ആകെ 5-10 ഉള്ളൂ. അവിടുത്തെ നിരന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റിക്കെതിരെയുള്ള പെർസിക്യൂഷൻ. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും, പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും. ഒന്നത്. ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം, ഇതിൽ മതമുണ്ടോ? മതമുണ്ട്. ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ അത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. അത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് രാഹുൽ പറയും. അല്ലാതെ ഇടയ്ക്ക് കയറരുത്. അത് മര്യാദകേടാണ്. മര്യാദ കാണിക്കും. നിങ്ങളെന്തിനാ അസഹിഷ്ണുതയാവുന്നത്? ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളയ്ക്കുന്നതിനാണ്. ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളയ്ക്കേണ്ട ഒരു കാര്യമില്ല. ഉള്ള കാര്യം പറയുമ്പോ തിളയ്ക്കേണ്ട കാര്യമില്ല. ഉള്ള കാര്യം പറയുമ്പോ തിളയ്ക്കേണ്ട കാര്യമില്ല. ആദ്യം പറയണ കേട്ടു. രാഹുലൊന്ന് അടങ്ങ്. ആദ്യം ഞാൻ പറയണ കംപ്ലീറ്റ് ചെയ്യട്ടെ. കേൾക്ക്. ഓക്കെ. ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത്? ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20 ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. ഇവിടെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 50 ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 50ഉം 100ഉം അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ്. ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഡോക്ട്രിൻസ് തന്നെയാണ്. സമ്മതിക്കാൻ എന്താണ് മടിയുള്ളത് എന്നാണ്. അത് എല്ലാ മുസ്ലിങ്ങളെയും പറയുന്നതല്ല.
രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും പറയുന്ന കാര്യമല്ല. ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്, ഒരിക്കലും അങ്ങനെയല്ല പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പദപ്രയോഗം നടത്തിയിട്ടേ ഇല്ല. അല്ലല്ല, എനിക്ക് ആരിഫിന്റെ നിലപാടല്ലോ. മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തനോടാണ് ചോദ്യം. നാളെ പറയട്ടെ, ഇനി ഞാൻ മറുപടി പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയൂ, താങ്കൾ ചോദ്യത്തിനുള്ള മറുപടി പറയൂ. ഞാനതിന്റെ മറുപടിയാണ്. നാളെ യേശു ക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുന്നു. ഒരു മതത്തെയും അപമാനിക്കാൻ ആരും അനുവദിക്കുകയില്ല. ഒരു മതത്തെയും അപമാനിക്കാൻ ഒരിക്കലും രണ്ടുപേരുടെ മാത്രം കാര്യം എടുത്ത് പറയണ്ട. ഒരിക്കലും ഒരു മതത്തെയും അപമാനിക്കാൻ അനുവദിക്കില്ല. നബിയെ കുറിച്ച് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം. അതാണ് ഇന്ത്യയുടെ ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം. അത് തന്നെ ഞാൻ പറയാം. ഓക്കെ, ആരിഫ് ഹുസൈൻ കത്തിക്ക്, ജയിലിൽ പോണതാണ്. ആരിഫ് ഹുസൈൻ കത്തിക്ക്, മനുസ്മൃതി കത്തിച്ച അവിടെ പോകില്ല, ഖുർആൻ കത്തിച്ചാൽ പോകും. അത് തന്നെ ഞാൻ പറഞ്ഞത്. അതാണ് ഇസ്ലാമിന്റെ ആ കോണം. അത് തന്നെയാണ് ഇസ്ലാമിന്റെ കോണം. മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ ജയിലിൽ പോകില്ല. എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെയുള്ള തർക്കങ്ങളിലേക്കൊന്നും പോകേണ്ട. ശ്രീ ശ്രീജിത്ത് പണിക്കർ, രണ്ടുപേരും നിർത്തും. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഒരു പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത് നിയാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് രാജ്യത്തെ കോൺഗ്രസിന്റെ നിലപാടാണ്. കോൺഗ്രസ് ഇതിനകത്തെ സുരക്ഷാ വീഴ്ച മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനിടയിൽ ഈ മതത്തിന്റെ ഇലമെന്റ് കൊണ്ടുവരുന്നത് കോൺഗ്രസ് അല്ല, മറ്റുള്ളവരാണ് എന്ന കാര്യമാണ് കോൺഗ്രസ് പറയുന്നത്. അതുപോലെ തന്നെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിക്കാൻ വയ്യേ എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തണോ? ഇതിൽ സംശയത്തിന്റെ ഇലമെന്റ് പ്രചരിപ്പിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടോ? ശ്രീജിത്ത് പണിക്കർ, ഇന്ന് രാഹുൽ ഗാന്ധി കശ്മീരിൽ പോവുകയും ചെയ്തു. അല്ല, കോൺഗ്രസിന്റെ ഇതുവരെയുള്ളവരുടെ പ്രസ്താവനകളിൽ അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം രാജ്യം മൊത്തത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ സർക്കാരിനുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ സുരക്ഷാ വീഴ്ച ഉണ്ട് എങ്കിൽ ആ ചോദ്യം ഉന്നയിക്കാനുള്ള എല്ലാവിധ അവകാശവും കോൺഗ്രസിനുണ്ട്. ഇന്ത്യയിലുള്ള ഏതൊരു പാർട്ടിക്കുമുണ്ട്, ഏതൊരു സംഘടനയ്ക്കുമുണ്ട്, ഏതൊരു വ്യക്തിക്കുമുണ്ട്. അപ്പോൾ സുരക്ഷാ വീഴ്ച അവിടെ നിർബന്ധമായിട്ട് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ട് എന്നുള്ളത് വലിയ ഡീപ്പായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാതെ തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു നാച്ചുറൽ ഗസ്സാണ്, ഒരു കോമൺ ഗസ്സാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായത് എന്ന്, അല്ലെങ്കിൽ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് മറുപടിയായിട്ട് വരേണ്ടത്. ആ മറുപടി പറയേണ്ടത് സർക്കാരുകളുമാണ്. അതിലിപ്പോൾ സ്റ്റേറ്റിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം അവിടെയുണ്ട്, സെൻറ്ററിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്. ഇപ്പോൾ രണ്ടാൾക്കാരും അതിൽ ആൻസറബിൾ ആണ്. അതിനൊരു മറുപടി പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ക്യാബിനറ്റ് ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷവും എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങളും. അപ്പോൾ അതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പിന്നെ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അനുമതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്നതിനൊന്നും തന്നെ പ്രശ്നമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതൊരു റെസ്പോൺസിബിളായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിലും അവർ ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ കോസിനൊപ്പം നിൽക്കുക. മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം നമുക്ക് സംസാരിക്കാനും അതിനെ വേണമെങ്കിൽ രാഷ്ട്രീയമായ ആരോപണമായിട്ട് പറയുന്നതിനും പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുന്നതിനും ഒക്കെയുള്ള അവസരം പിന്നീടുണ്ടാകും. പക്ഷെ ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണോ ആ ചെയ്യേണ്ടുന്ന കാര്യത്തിൽ തന്നെയാണ് പോകേണ്ടത്. പക്ഷെ അവിടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ചില എലമെൻറ്റുകൾ. അതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ആ രീതിയിലത്തേക്ക് പ്രതികരിക്കുന്ന ആൾക്കാരെ ഒന്നും തന്നെ ഞാനിതുവരെ കണ്ടില്ല. പക്ഷേ ആസാമിലുണ്ടായിരുന്ന അമിനുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു MLA, അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു പ്രസ്താവന, ആ പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് അവിടെ വളരെ ഡയറക്റ്റ്ലി അദ്ദേഹം പാകിസ്ഥാനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. പാകിസ്ഥാന്റെ പൊസിഷനാണ് ശരി എന്ന രീതിയിലത്തേക്ക് ഡിഫെൻഡ് ചെയ്യുന്ന പോലെയാണ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് 26 സിവിലിയൻസിന്റെ മരണം, അതിന് കാരണമായിട്ടുള്ള ഈ ഇൻസിഡന്റ് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ പരിപാടിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കോൺസ്പിറസി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്തിന്? ഇവിടെ വർഗീയമായിട്ടുള്ള വലിയ രീതിയിലത്തേക്കുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് എന്നാണ്. അപ്പോൾ അതിനാണ് അയാളെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇയാളൊരു 3 ടൈം MLA എന്താണ്. അപ്പോൾ എന്താണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു സാമാജികൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മളെക്കാൾ സാമാന്യ ബോധത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ആ പൊസിഷനിലുള്ള ബോധം ഉണ്ടാകേണ്ടുന്നയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഇല്ല. പിന്നെ ഇതിനെ പരമ്പരാഗതമായിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയും ഇതാണോ ഇതിൻ്റെ റൂട്ട് കോസ്, ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ ജവഹർലാൽ നെഹ്റുവിലേക്ക് വരെ പോയിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ കാശ്മീരിൻ്റെ പ്രശ്നത്തിനൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിയെ മറന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ സൊല്യൂഷനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ കാശ്മീർ പ്രശ്നത്തിനെ ഇൻ്റർനാഷണലൈസ് ചെയ്തു എന്നുള്ളതാണ്.
അപ്പോൾ കോൺഗ്രസിൻ്റെ പങ്കിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അപാകതയുണ്ട് എന്ന നിലയ്ക്കല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ ഫൗണ്ടേഷണലായിട്ടുള്ള ഒരു പ്രശ്നം അധികാരത്തിൽ കയറിയ ആദ്യത്തെ വർഷത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഇതിനെ ഇൻ്റർനാഷണലൈസ് ചെയ്യാം ഈ കാശ്മീർ വിഷയത്തിനെ എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ജവഹർലാൽ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര രംഗത്തേക്ക് പോകുന്നത്, UN-ലേക്ക് പോകുന്നത്. അതിനുശേഷം പിന്നീട് ഒരു ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ട് ഒരു സീസ് ഫയർ വരുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ പക്കലുണ്ടായിരുന്ന ഭൂമി അത്രയും പാകിസ്ഥാൻ തന്നെ കൈവശം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു പ്രവിശ്യ ഉണ്ടല്ലോ, അവർ ആസാദ് കാശ്മീർ എന്നൊക്കെ വിളിക്കുന്ന ആ പ്രവിശ്യ വന്നിരിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മളുടെ ഈ നയതന്ത്രപരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. അപ്പോൾ ആ വീഴ്ചയെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സാണ് പിന്നീട് നമ്മൾ എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് പല യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും POK നമുക്ക് കിട്ടുന്ന രീതിയിലത്തേക്ക് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാണിച്ചിരിക്കുന്ന മറ്റു വങ്കത്തരങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള ഒരു പൊസിഷനാണ് നമ്മുടേത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അത് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതേ ജവഹർലാൽ നെഹ്റു തന്നെ അവിടെ ഒരു പ്ലെബിസൈറ്റ് ഓഫർ ചെയ്തതല്ലേ. അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പ്ലെബിസൈറ്റ് ഉണ്ട്, അവരുടെ വിധി എന്താണ് എന്നുള്ളതിനെ പറ്റി അവർക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിതിൻ്റെ ഫൗണ്ടേഷണൽ പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭരണകർത്താക്കളുടെ ഭാഗത്തും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഒരു പക്ഷേ കാര്യമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു സമയം ഇതല്ല. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ സെൻസിബിളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതവർ ചെയ്തിട്ടുണ്ട്. അതവർ ചെയ്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ഏതാണ്ട് 15% വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇന്ന് കേവലം 1.6%. ഞാൻ ചോദിക്കുന്ന ഈ ആൾക്കാരെല്ലാം എവിടെ പോയി? നാച്ചുറലായിട്ട് മരിച്ചോ? അവർക്ക് റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ലാതെ ആയതുകൊണ്ട് ഓഫ് സ്പ്രിങ്ങുകളെ ഉണ്ടാക്കാൻ കഴിയാഞ്ഞതാണോ? അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ബയോളജിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് അടുത്ത തലമുറ ഉണ്ടാകാഞ്ഞതാണോ? അല്ല, അവർ ക്ലെൻസ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ക്ലെൻസ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് മൈനോറിറ്റീസിന് സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനിൽ എല്ലായ്പ്പോഴും റെഗുലറായിട്ട് ഫീച്ചർ ചെയ്യുന്നത്. പാകിസ്ഥാനിലുള്ള റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നതും അവിടെയുള്ള ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെയും പറ്റിയും അന്താരാഷ്ട്ര പഠനങ്ങൾ ഉണ്ടാകുന്നത്, അന്താരാഷ്ട്ര ഫോറങ്ങളിൽ അത് വരുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 9%, 10%, ആക്യുറേറ്റ് മെഷർ അല്ല, കാരണം കുറേ അധികം ആൾക്കാർ പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതിൽ താഴാനുള്ള സാധ്യതയുള്ളൂ. ആ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ആവറേജ് കഴിഞ്ഞ സെൻസസ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് റഫ്ലി ഒരു 15% നമ്മൾ വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ കൊടുത്തപ്പോൾ അത് കൊടുക്കാതിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഡാനിഷ് കനേറിയ എന്ന് പറയുന്ന ഹിന്ദുവായിട്ടുള്ള അവിടുത്തെ ക്രിക്കറ്റർ, അദ്ദേഹത്തിന്റെ ട്വീറ്റ്സ് മതി അവിടെയുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് എന്നറിയാൻ. ശരി, പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെയും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെയും പ്രസ്താവനകളെ ഡാനിഷ് കനേരിയെ എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്നുകൂടി രാഹുൽ താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. മറുപടി ശ്രീജിത്ത് താങ്കൾക്കുള്ള മറുപടിയാണ് നൽകിയത്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്ലാമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന അഭിപ്രായം ഉണ്ടോ? പ്രധാനമന്ത്രിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം ട്വീറ്റിലൂടെ സൂഫി കൾച്ചർ ഇന്ത്യയിൽ വളരുകയാണ്, നമ്മളിതിനെ സ്വാഗതം ചെയ്യണമെന്ന് പറയുമോ? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി അജ്മേർ പള്ളിക്ക് ഈ പട്ടു കൊടുത്തു വിടുമോ? പ്രധാനമന്ത്രി അടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈദിന് തന്റെ സുഹൃത്തായ അബ്ബാസിന്റെ വീട്ടിൽ നിന്നാണ് താൻ ആഹാരം തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് പറയുമോ? തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ മുസ്ലിങ്ങളെ പൊക്കിക്കൊണ്ട് വരല്ലേ? ആ ഉടായ്പ നിർത്തൂ. തീവ്രവാദികളെ കുറിച്ച് പറ, മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് പറ. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കരുത്. ആ കൂട്ടിക്കുഴക്കൽ നിർത്തൂ. നിങ്ങൾ ഉടായ്പ നിർത്തൂ. രാഹുൽ, മുസ്ലിം സമം തീവ്രവാദികൾ നല്ല നമ്മളാരും പറയുന്നത് കേട്ടോ. മുസ്ലിം സമം ജിഹാദികളെന്ന് നമ്മൾ ആരും പറയുന്നില്ല. ശ്രീജിത് ഭായ് പറഞ്ഞില്ല, പക്ഷെ ഇസ്ലാം സമം തീവ്രവാദം എന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. അതാണല്ലോ അത് ശ്രീജിത്ത് അംഗീകരിക്കുന്നുണ്ടോ? അത് അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് പറയാലോ, തെളിവുള്ള കാര്യമില്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം, എന്റെ അല്ല. അത് ആരിഫിന്റെ മാത്രം അഭിപ്രായമാണ്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതിന് തെളിവുണ്ടല്ലോ. ഇല്ലെങ്കിൽ അതിന് പറയും ഏതാ തെളിവ് വേണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം. ഗസ്വായ ഹിന്ദ് തീവ്രവാദമാണോ അല്ലേ? പറയും. ഗസ്വായ ഹിന്ദ് ഖുറാനിലല്ല, ഹദീസിലുണ്ടല്ലോ. മുഹമ്മദ് നബി പഠിച്ച കാര്യമല്ലേ? മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യമല്ലേ? മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മദ്രസയിൽ ഖുർആനിന്റെ പ്രമാണം, ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആൻ ഉണ്ട്, ഹദീസ് ഉണ്ട്, ഇജ്മാ ഉണ്ട്. ഇത് അറിയോ രാഹുലിന്? ഇല്ല. അറിയാത്ത കാര്യത്തെ കുറിച്ച് മിണ്ടാ നിൽക്കരുത്. ഖുർആൻ മാത്രമല്ല. നിയാസിലേക്ക് പോവുകയാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള തർക്കം വേണ്ട, അല്ലല്ലോ, ആ രീതിയിലുള്ള തർക്കമൊന്നും വേണ്ട. ശ്രീ PM നിയാസ്, കോൺഗ്രസ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരും അതിനൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്റ്റാൻഡിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല എന്നുള്ള കാര്യം. പിന്നീട് കോൺഗ്രസിന്റെ നിലപാട് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വരും. പക്ഷേ ഈ ഒരു സമയത്ത് കോൺഗ്രസ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നില്ലേ കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ? ഇതൊരു പ്ലോട്ട് രചിച്ച കാര്യമാണ് എന്നുള്ള രീതിയിൽ
അത് ശരിയോ തെറ്റോ? അതിനെ കോൺഗ്രസ് ഇപ്പോൾ അപലപിക്കുന്നുണ്ടോ ഇല്ലയോ? ശരി നിയാസ്. സംസാരിക്കരുത്, എന്റെ സമയമാണ്. അല്ലല്ല നിയാസ് താങ്കൾ ആ വിഷയത്തിൽ നിന്ന് പോവുകയാണ്. രാഹുൽ നിയാസ് അല്ലല്ല സമയം കൊടുത്താൽ എന്ത് ന്യായമാണ്? അല്ല, ഒരു ന്യായമില്ല. നിയാസ് സംസാരിക്കട്ടെ. മഞ്ജുഷ് എന്ന മാധ്യമ പ്രവർത്തന മര്യാദ കാണിക്കണം. അല്ല, താങ്കൾ വിഷയത്തിൽ നിന്ന് മാറി മറ്റു വിഷയങ്ങളിലേക്ക് പോവുകയാണ് രാഹുൽ. അത് പോയത് ആരിഫ് ഹുസൈനാണ്. ഞാൻ ശ്രീജിത്ത് പറഞ്ഞതിന് താങ്കൾ മറുപടി പറയൂ എന്നാണ് പറഞ്ഞത്. താങ്കൾ അന്നേരം ആരിഫ് ഹുസൈനിലേക്ക് പോയി. അങ്ങനെയല്ലത്. ശ്രീജിത്ത് പറഞ്ഞതിനുള്ള മറുപടി പറയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിയാസിലേക്ക് പോവുകയാണ്. ശരി, ഇല്ല, താങ്കൾക്കാണ് സൗണ്ട് കൂടുതൽ. ശരി നിയാസ്. അല്ലല്ല, ഞാൻ 30 സെക്കൻഡ് എടുക്കും. എന്റെ വേദങ്ങളെയോ എന്റെ ഭഗവത്ഗീതയോ എന്റെ രാമായണത്തെയോ ആരെങ്കിലും നാളെ ഇതേപോലെ അപമാനിച്ച് അത് മോശമാണ്. അങ്ങനെ പറയുന്ന ദളിത് തീവ്ര സ്വരക്കാരുണ്ട്. അങ്ങനെ പറയുന്ന വേദങ്ങൾ, രാമായണം കത്തിക്കണം എന്ന് പറയുന്ന നമ്മുടെ രാമസ്വാമി നായ്ക്കറുണ്ട്. അവരോട് എന്ത് ചെയ്യണം? നിങ്ങൾ കത്തിച്ചോളാൻ പറയണോ? ഇല്ല. ഖുറാനാകട്ടെ, ബൈബിൾ ആകട്ടെ, ഗീതയാകട്ടെ പവിത്രമായി കാണുന്നതാണ് ഇന്ത്യക്കാർ. ആ സംസ്കാരത്തിൽ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പോകരുത്. എന്താണ് ഈ പറയുന്നത്? ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഈ കാര്യം കേട്ടില്ലേ? ശരി, നിയാസ് പറഞ്ഞോളൂ. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നിലപാട് ഞാൻ ഇവിടെ പറഞ്ഞു. ഇവിടെ ആരിഫ് ഹുസൈന് അദ്ദേഹത്തിന് നേരത്തെ വിശ്വസിക്കുന്ന മതത്തിനോടുള്ള അദമ്യമായ ദേഷ്യവും വൈരാഗ്യവും അതുപോലെ തന്നെ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ ജുമ കഴിഞ്ഞിട്ടാണ്, ജുമയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ചർച്ച പങ്കെടുക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടതിന്റെ ആധികാരികമായ ഒരു കാര്യം ഖുർആനാണ്. ഖുർആനിൽ 30 ജ്യൂസാണ്, അത് 30 അധ്യായങ്ങളാണുള്ളത്. 30 അധ്യായങ്ങളിൽ വളരെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട്. യാസീനും അതുപോലെ മറ്റു സൂറത്തുകളെ കുറിച്ചൊക്കെ കൃത്യമായി പറയാൻ കഴിയും. ഇവിടെ ആരിഫ് എന്തുദ്ദേശിച്ചാണ് പറഞ്ഞെനിക്കറിഞ്ഞത്. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഒരു മുസ്ലിം ഇസ്ലാം മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖുർആനാണ്. ആ ഖുർആന് അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഭരണഘടന അവിടെ നിൽക്കട്ടെ, അവിടെ മറ്റൊരു നിയമം പറയട്ടെ എന്നതല്ല. ഭരണഘടനയാണ് ഏറ്റവും പ്രധാനം. ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ് മറ്റു നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ, നിങ്ങൾ ആലോചിക്കേണ്ടത് സാഹോദര്യത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയ ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം നിങ്ങളെല്ലാവരെയും ശത്രുവിനെ പോലും സ്നേഹിക്കാൻ വേണ്ടി ഉപദേശിച്ച മതമാണ്. അതോടൊപ്പം തന്നെ അയൽവാസിയെക്കുറിച്ചും പട്ടിണി കിടക്കുന്നവനെ കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ്. പ്രിയപ്പെട്ട അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ മുന്നിട്ടില്ലല്ലോ. ദയവായി ആരിഫ് എല്ലാവരെയോടും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താണ് ഇത്ര തിടുക്കം എന്താണ്, ഇത്ര പ്രശ്നം എന്താണ്? ആരിഫ് ഒന്ന് അടങ്ങിയിരിക്കും. ആരിഫ് ഇതുവരെ ആരിഫിനുള്ള മറുപടി പറയാണ്. ഒരു കാര്യം എനിക്ക് മാജിസിനോടാണ് പറയാനുള്ളത്. മാജിസെ, ഒരു കാര്യം ഇസ്ലാം മതത്തെ കുറിച്ച് ആരിഫിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു. ഞാൻ ഇവിടെ ശ്രീജിത്ത് പണിക്കർ എത്ര ഭംഗിയായി പറഞ്ഞു, അദ്ദേഹം ഭംഗിയായി പറഞ്ഞു, അദ്ദേഹത്തിന്റെ വാദങ്ങൾ പറഞ്ഞു, അദ്ദേഹം മറ്റുള്ളവരുടെ അവകാശം പറഞ്ഞു, വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷെ ആരിഫിന്റെ അവകാശവാദങ്ങൾ അത് ഇസ്ലാം മതത്തിന്റെ മുകളിൽ കെട്ടിവെക്കുന്നതിൽ കാര്യമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യക്കെതിരായ അക്രമമാണ്. അത് ഏത് രീതിയിലും ഇന്ത്യക്കെതിരായുള്ള അക്രമം തന്നെയാണ്. അത് ഇസ്ലാമിനെതിരായിട്ടോ ഹിന്ദുവിനെതിരായിട്ടോ മുസ്ലിമിനെതിരായിട്ടോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ കാരണം എന്താ? ഇന്ത്യ എല്ലാവിടെയുമാണ് എന്ന് ബോധ്യമുള്ള ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്ക് ഇപ്പൊ സയ്യിദ് ഹുസൈൻ ഷാ എന്ന് പറയുന്ന വ്യക്തിയും അത് ഇന്ത്യക്കാരനാണ്. അപ്പൊ ഇന്ത്യയിൽ അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ഹീനമായ ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഹൈന്ദവനെയും മുസൽമാനെയും തമ്മിലടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു തിരക്കഥ ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു. അത് ഇന്ത്യയെ തകർക്കുവാനാണ്. ഇന്ത്യയെ തകർക്കുവാൻ ഇന്ത്യയിൽ ഇൻഫൈറ്റ്, ഇന്ത്യയിൽ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള അക്രമം ഉണ്ടായാൽ ഇന്ത്യ തകരുമെന്ന് ഇന്ത്യയുടെ ഏത് എതിരാളികൾക്കും ബോധ്യമുള്ളത്. അത് എന്താ ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ഞങ്ങളിവിടെ പറഞ്ഞത് എന്താ? ഇന്ത്യയുടെ ഭരണാധികാരികൾക്കൊപ്പം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊപ്പം, ഇന്ത്യയുടെ നിയമ സംവിധാനത്തോടൊപ്പം കോൺഗ്രസും പ്രതിപക്ഷവും നിൽക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ 2 കാര്യങ്ങളാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, കോൺഗ്രസ് ഇന്നും ഗാന്ധി കുടുംബത്തിലാണ്. പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ ഇപ്പൊ ചർച്ചയിലില്ല, എങ്കിലും എനിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. കോൺഗ്രസിനെ കുറിച്ച് എല്ലാ കാലവും നിങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞത്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഗാന്ധി കുടുംബം. കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന പോലെ ഉഡായിപ്പ് രീതിയിലല്ല. ഞങ്ങൾ തെരഞ്ഞെടുത്തത് ജനങ്ങളെ മുഴുവനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനാധിപത്യ രീതിയിലൂടെ കൊണ്ടുവന്ന്
തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത് ഇന്ത്യ മുഴുവനുമുള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ടത് അവിടെ മത്സരിച്ചത് മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ SC വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇന്ന് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നിട്ടുള്ളത്. അദ്ദേഹം ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആളല്ല. അപ്പൊ ഇന്നും ഞങ്ങളെ ആക്രമിക്കുന്നത് ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശരി ശരി, ആ മറുപടി ഒരു കാര്യം കൂടിയുണ്ട്. നിയാസ്, ഗോപാലകൃഷ്ണൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗോപാലകൃഷ്ണൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാന്റെ നാവ് കേരളത്തിൽ പലർക്കും ഉണ്ട് എന്ന്. അതിനുള്ള മറുപടി കൂടി അതിനോട് അനുകൂലിക്കുന്നുണ്ടോ ശ്രീ നിയാസ്? ഞാനൊരു കാര്യം പറയാം. പാകിസ്ഥാന്റെ നാവുള്ളവരാരും ഇന്ത്യക്കാരെല്ലാം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്ത്യക്കാരൻ പാകിസ്ഥാനെതിരായിരിക്കും. ഇന്ത്യക്കെതിരെ നിൽക്കുന്ന അത് ഏത് രാജ്യമായാലും ഏത് ശക്തികളായാലും ഇന്ത്യയുടെ തത്വത്തിനെതിരായി നിൽക്കുന്ന ഏത് ശക്തികൾക്കെതിരായും സംസാരിക്കാൻ എന്നും കോൺഗ്രസും പ്രതിപക്ഷവും മുന്നിൽ വേണമെന്ന് വിശ്വസിക്കുന്നതാണ്. അത്തരത്തിൽ ആരെങ്കിലും ഉണ്ട് എന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് മുമ്പ് കൊണ്ടുവരും. പിന്നെ ആരിഫ് ഹുസൈൻ പറഞ്ഞൊരു കാര്യം, ആർട്ടിക്കിൾ 370 ഇത് നമ്മൾ എന്താ കുട്ടിക്കയറ്റുന്നത്? ആർട്ടിക്കിൾ 370 എല്ലാത്തിന്റെയും ഒരു മറുപടി എന്നല്ല നിങ്ങൾ പറഞ്ഞത്. എല്ലാത്തിനെയും മറുപടിയാണ്. കാശ്മീർ ഇതാ പച്ച പരവതാനം ഒരുക്കിയിരിക്കുന്നു, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുന്നു. ഇത് ആർട്ടിക്കിൾ 370 അല്ല ഇതിന്റെ പരിഹാരം എന്നതിന്റെ ഒരു ഉത്തമ ബോധ്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത് മാത്രമല്ല, ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഉള്ളത്. ഞാൻ ഒറ്റ സെന്റൻസ് സംസാരിക്കാം. എന്നെങ്കിലും നമ്മുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഭരണം തിരിച്ചു കിട്ടിയാൽ 370 ആർട്ടിക്കിൾ അത് ഞങ്ങൾ ഭരണത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അത് നിങ്ങളെ പ്രതിജ്ഞാബദ്ധമായ നിലപാട് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ച് അതിന്റെ പേരിൽ അങ്ങ് ജയിമുണ്ടാക്കാമെന്ന് ആരിഫ് ഹുസൈനെ പോലെയുള്ള ഈ സമുദായ ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, മറുപടി ഈ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, കേരളത്തിൽ പലർക്കും ഈ പാകിസ്ഥാന്റെ നാവുണ്ട് എന്നുള്ള കാര്യം. അത് പക്ഷേ നിയാസ് അംഗീകരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി വരട്ടെ എന്നാണ്. കോൺഗ്രസ് ഒരിക്കലും അത് അംഗീകരിക്കില്ല എന്നാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ റോബർട്ട് വദ്രയെ കോൺഗ്രസ് പുറത്താക്കുമോ? അദ്ദേഹം പറയട്ടെ, ഈ ചർച്ചയിൽ റോബർട്ട് വദ്ര ചെയ്തത് ശരിയല്ല, റോബർട്ട് വദ്രയുടെ സംഭാഷണവും ശരിയല്ല, ആ റോബർട്ട് വദ്ര പാകിസ്ഥാൻ്റെ നാവായിട്ട് അതിൻ്റെ ചിന്തയിൽ സംസാരിച്ചല്ലോ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ്. അപ്പോൾ റോബർട്ട് വദ്ര ചെയ്തത് ശരിയല്ല, അദ്ദേഹത്തിനെതിരെ നിയമപരമായ നിലപാടെടുക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം നിയാസിനുണ്ടോ? തൻ്റെ ഇടം നിയാസിനുണ്ടെങ്കിൽ ഞാൻ ഖാർഗെയുടെ കാര്യം താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കാം. ഖാർഗെ ഒരു കളിപ്പാവയാണ്. ഞാൻ ഗാന്ധി കുടുംബം എന്നല്ല, നെഹ്റു കുടുംബം എന്നാണ് പറഞ്ഞത്. ഗാന്ധി കുടുംബം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഗാന്ധി ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങളെല്ലാവരും രാഹുൽ കാണിക്കുന്ന നിങ്ങളെല്ലാവരും രാഹുൽ കാണിക്കുന്ന മാതിരി കാണിക്കില്ല, ഇടയിൽ കയറി സംസാരിക്കില്ലേ നിങ്ങൾ? ഞാൻ കേട്ടോണ്ടിരുന്ന കുറച്ച് സാമാന്യമായിട്ടുള്ള ഒരു മര്യാദ കാണിച്ചോ. ഞാനൊന്ന് ഒരു മിനിറ്റ് രാഹുൽ, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്താം. അപ്പം നമ്മളൊക്കെ സംസാരിക്കുന്നത് വളരെ മാന്യമായിട്ടല്ലേ. അപ്പോൾ റോബർട്ട് വദ്രയെ കുറിച്ച് നിങ്ങൾക്ക് ഈ അഭിപ്രായം പറയാൻ തയ്യാറുണ്ടോ? ഞാനിതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം, രാഹുലിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭീകരവാദികളെക്കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ അതിനകത്ത് കയറ്റരുത്. ഭീകരവാദികളെക്കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ അതിനകത്തേക്ക് കയറ്റാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഭീകരവാദി ശ്രമിക്കുന്നത്. നിങ്ങൾ അതേ ഭാഷ ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ രാഹുലിനോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ബംഗാളിൽ വഖഫ് ബില്ലിൻ്റെ പേരിൽ മുർഷിദാബാദിലൊക്കെ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്യുമ്പോൾ ഇവിടെ ആരും കണ്ണീരൊഴുക്കുന്ന കണ്ടില്ലല്ലോ രാഹുലെ. രാഹുൽ എന്നിട്ടൊന്ന് പറയാമായിരുന്നില്ലേ? ഇവിടുത്തെ മുസ്ലിം ലീഗിനോട് പറയാമായിരുന്നില്ലേ? നിങ്ങൾ സംസാരിക്കണം. ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരെന്തേ മുർഷിദാബാദിനെ പറ്റി മിണ്ടാത്തത്, ബംഗ്ലാദേശിനെ പറ്റി മിണ്ടാത്തത്? അപ്പോൾ നമ്മൾ ഭീകരവാദിയെക്കുറിച്ച് പറയുമ്പോൾ ജനറൽ മുസ്ലിംസിനെ കുറിച്ച് പറയരുത്. ഇനി ഇവിടെ നമ്മൾ ഭീകരവാദിയെ ഇസ്ലാമായിട്ട് കണക്കാക്കി ഇസ്ലാമിസ്റ്റ് ഭീകരവാദി എന്ന് പറയുമ്പോഴേക്കും ഇസ്ലാം മതം വല്ലാതെ ദുഃഖത്തിലാഴുന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടാണല്ലോ ഹിന്ദുത്വ ഭീകരവാദികൾ എന്ന് പലപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താ രാഹുലെ ബംഗാളിൻ്റെ വിഷയത്തിൽ ഇവിടെ ആരുടെയും കണ്ണീര് കണ്ടില്ലല്ലോ? ചോദിച്ചോ നിങ്ങൾ? ബംഗാളിൻ്റെ വിഷയത്തിൽ കണ്ണീരെന്താ ഇല്ലാത്തതെന്ന് ഇവിടുത്തെ ലീഗുകാരോട് ചോദിച്ചോ? നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചോ? അപ്പോൾ പിന്നെ നമ്മൾ ആ പറയുന്നതിൽ അർത്ഥമില്ല.
സാധാരണ മുസ്ലിമിനെ കുറിച്ചല്ല ശ്രീജിത്ത് വാര്യർ പറഞ്ഞത്, സാധാരണ മുസ്ലിമിനെ കുറിച്ചിട്ടല്ല ഇവിടെ ആരിഫ് പറഞ്ഞത്, സാധാരണ മുസ്ലിമിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ദേശസ്നേഹികളായ കോടിക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. എന്നാൽ അതേ സമയത്ത് നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞല്ലോ, പണ്ട് 47-ല് ട്രെയിൻ കിട്ടാതെ ടിക്കറ്റ് എടുക്കാനും ട്രെയിൻ കിട്ടാനും ഇടിച്ചു കയറാനും പറ്റാത്തവർ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ചോറ് നിന്ന് ഇവിടെ ശരീരം കൊണ്ട് ജീവിച്ച് മനസ്സുകൊണ്ട് പാകിസ്ഥാന്റെ കൂടെയുള്ളവർ ഇവിടെ ഉണ്ട്. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെയുള്ളവരാണ് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ന്യൂസ് 18 ഈ ചർച്ച നടത്തുന്നത്. ശരി രാഹുൽ, താങ്കൾക്ക് സമയം തന്നില്ല എന്നുള്ളതിന് ഈ ഒരു മറുപടി ശ്രീ ബി ഗോപാലകൃഷ്ണൻ നേരിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അതിനുള്ള മറുപടി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ജിയോട് ഒരു വളരെ താഴ്മയുള്ള അഭ്യർത്ഥന. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ UN-നും നമ്മുടെ പ്രധാനമന്ത്രിക്കും കംപ്ലൈന്റ് ചെയ്യുമ്പോൾ 9 പേരെ ടാഗ് ചെയ്തിരുന്നു. അതിൽ ഒരാളായിരുന്നു ഞാൻ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എൻ്റെ നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിക്കുകയും ദേശീയ മാധ്യമങ്ങളിൽ പലരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. അവിടെ മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവലിരുന്നതും കാണണം. തീർച്ചയായും ഇസ്ലാമിസ്റ്റ് തീവ്രവാദമുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതിനെ ഇസ്ലാമിക് അവിടുത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളിൽ നിന്ന് നമ്മളിൽ നല്ലവരും ചീത്തവരും ഇല്ലേ? നമ്മളിൽ ഹിന്ദുക്കൾ നല്ലവരാണോ? നമ്മളിൽ ഹിന്ദുക്കൾ നല്ലവരും ചീത്തവരും ഇല്ലേ? ഇനി രണ്ട് മോദിജി ഗോപാലകൃഷ്ണൻ ജി, അങ്ങക്ക് നിലപാടുണ്ടോ ഇസ്ലാം ഭീകരവാദം? ആരിഫ് ഹുസൈൻ പറയുന്ന ഇസ്ലാമാണ് ഭീകരവാദം. അത് ഞാൻ പഠിപ്പിച്ചുതരാം. നിയാസിനുണ്ട്. എനിക്കൊരു ഒറ്റ ഒരു 30 സെക്കൻഡ് തരൂ. 30 സെക്കൻഡ് തരൂ. ആ നിലപാട് ഇവിടുത്തെ ചർച്ച ഇസ്ലാം ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ആൻസർ കൊടുത്തോളൂ. താങ്കൾ അതിനെ ഡീവിയേറ്റ് ചെയ്ത് അല്ല. എനിക്ക് ഗോപാലകൃഷ്ണൻ പറഞ്ഞ നിലപാടിനോട് യോജിപ്പാണ്. ഗോപാലകൃഷ്ണൻ പറഞ്ഞ നിലപാടിനോട് യോജിപ്പാണ്. ഞാൻ പറയുന്നത് ഇസ്ലാമാണ് ഭീകരത എന്ന ഇസ്ലാമോഫോബിയ നമ്മുടെ ദേശസ്നേഹത്തോട് കൂട്ടിക്കലർത്തരുത്. അത് നമ്മുടെ സത്യസന്ധമായ രാജ്യസ്നേഹത്തിൽ വിഷം കലർത്തുകയാണ്. നമ്മൾ ആരതിയെങ്കിലും കണ്ടുപഠിക്കണം. അള്ളാഹ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് മുസ്ലിം സഹോദരങ്ങളോട് പറയുകയും ഭാരത് മാതാ കി ജയ് വിളിക്കാൻ കഴിയുന്ന ആ പെൺകുട്ടിയെങ്കിലും കണ്ടുപഠിക്കണം. നിരീശ്വരവാദികൾ നമ്മളെ ഉപയോഗിച്ച് ഇസ്ലാമോഫോബിയ കലർത്താൻ നോക്കുകയാണ്. അത് സമ്മതിക്കണം. അങ്ങനെ ആരും പറഞ്ഞില്ല രാഹുൽ, അങ്ങനെ ആരും ഇവിടെ പറഞ്ഞില്ല. ആരിഫിന്റെ നിലപാട് അതായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർ ആരും ആ നിലപാട് എടുത്തിട്ടില്ല. ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ കാര്യം? എന്താ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സംസാരിച്ചോട്ടെ. രാജ്യസ്നേഹികളായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ചല്ല ആരിഫ് പറഞ്ഞത്. രാജ്യസ്നേഹികളായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ചല്ല, തീവ്രവാദികളായിട്ട് മതം തീവ്രവാദമായി കൊണ്ടു നടക്കുന്ന, മതം ഭീകരവാദമായി കൊണ്ടു നടക്കുന്നവരെ കുറിച്ചാണ് ആരിഫ് പറഞ്ഞത്. പക്ഷേ രാഹുൽ ഈശ്വർ ബാക്കിയുള്ളവരെല്ലാം ജനറലൈസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞുതരാം. ശരി, ആരിഫിനുള്ള ഒരു ആരിഫ് കൂടി 30 സെക്കൻഡ്. ആരിഫ്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഹിന്ദു അങ്ങനെ തന്നെയാണ്. ഒരു മിനിറ്റ് ഞാൻ പറയാം. അതായത് ഇവിടെ ഹിന്ദു ഭീകരവാദം എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഹിന്ദു വളരെ സമാധാന മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അതിനകത്തുള്ള ചില തീവ്രമായ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ അതിനെ ഹിന്ദു മതം അങ്ങനെയൊന്നുമല്ല, അതിനകത്ത് കുറെ പ്രശ്നമുണ്ട് എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞ മാതിരി ഇസ്ലാം സമാധാന മതം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല. ഇസ്ലാമിൽ വളരെ തീവ്രമായ തീവ്രവാദത്തിന് നേരിട്ട് പ്രോത്സാഹനം ചെയ്യുന്ന കാര്യമുണ്ട് എന്ന് പറയും. ഇവിടെ നിയാസ് ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ പൊടുന്നനെ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തു. സാധാരണ ഇത് വെള്ളിയാഴ്ച ഞാൻ ബോംബ് ബ്ലാസ്റ്റ് ഡേ എന്നാണ് വിളിക്കാറ്. ബോംബ് ബ്ലാസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി. അവിടെ പാകിസ്ഥാനിൽ ഇന്നും അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് അവിടെ നടക്കുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ കാര്യം? നിങ്ങൾ പറഞ്ഞു അയൽവാസിക്ക് ഭയങ്കരമായ സപ്പോർട്ട് കൊടുക്കണം. ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ അയൽവാസി അയാളുടെ വീട്ടിലെ വെളിച്ചം നിങ്ങൾക്ക് കാഫിറാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹറാമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതേപോലെ തന്നെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഖുർആനിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾ കാഫിറാണെങ്കിൽ അവരോട് പരുഷമായിട്ട് പെരുമാറണമെന്ന് പറയുന്നു. ഇതെല്ലാം ഇസ്ലാമികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദു മതത്തിലെ തീവ്രമായ ആശയങ്ങളെ നിങ്ങൾക്ക് കുറിച്ച് പറയാൻ പറ്റും. അങ്ങനെയല്ല, ചർച്ച അങ്ങനെയല്ല കൊണ്ടുപോയത്. അല്ലല്ല, ഇവിടെ ആരും ജനറലൈസ് ചെയ്തിട്ടില്ല. ഒരു മതത്തെയും ജനറലൈസ് ചെയ്തിട്ടില്ല. അത് പറയാൻ പാടില്ല. ശരിയല്ല. ശരിയാണ്. ബി ഗോപാലകൃഷ്ണന്റെ കൃത്യമായ നിലപാടാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് ആവശ്യമോ? വേണമെന്ന് 91% പ്രേക്ഷകർ. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.